Meet the editors. മാറ്റമില്ലാതെയോ ആറാം ഘട്ടം എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം താങ്കളുടെ വിശകലനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ, അല്ലേ സുജയ? അതെ അതെ, ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കോഫി വിത്ത് സുജയിൽ മോർണിംഗ് ഷോയിൽ കുറേ കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഉണ്ടാകും, ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ചടുലമായ വാദങ്ങൾ കേൾക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെ, പറഞ്ഞോളൂ. താങ്ക് യു. വേറെ കമന്റ് ഉണ്ട്, ഇവിടെ ഒരു കമന്റ് ഉണ്ട്. എന്തായിരുന്നു, എന്തോ പറയാൻ വന്നു സുജേഷ്? അല്ല എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ 10 മണിക്ക് ശേഷം വിതരണം ചെയ്യും. നോക്കൂ, കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഇന്ന് ഉത്തർപ്രദേശിലെ സന്ത് കബീറിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി 430 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പൂർത്തിയായപ്പോൾ തന്നെ 310 സീറ്റുകൾ ഓൾറെഡി BJPക്ക് കിട്ടിയിരിക്കുന്നു, മോദിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ സന്ത് കബീറിലെ പ്രചാരണത്തിനിടെ ഇന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ദൊമാരിയാഗഞ്ചിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഒരു റാലിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആ റാലിയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു, ഗമണ്ഡിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു മുന്നണി ഉണ്ടായിരിക്കുന്നു. ആ ഗമണ്ഡിയ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും, പ്രധാനമന്ത്രി ആരായിരിക്കും? അത് ലാലു പ്രസാദ് യാദവ് ആണോ, ഉദ്ധവ് താക്കറെയാണോ, ശരത് പവാറാണോ, അതോ രാഹുൽ ഗാന്ധി തന്നെയാണോ? ഇന്നത്തെ ദിവസം നടത്തിയ 2 പ്രസംഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സന്ത് കബീറിലും മറ്റൊന്ന് ദുമാരിയാഗഞ്ചിലും. 2 സ്ഥലത്തും മറ്റന്നാൾ ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോഴാണ് അമിത്ഷാ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ BJPയുടെ അമിത്ഷായ്ക്കുള്ള ആത്മവിശ്വാസത്തിലെ ആശയക്കുഴപ്പം വളരെ വ്യക്തമാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം 310 സീറ്റ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് മറ്റൊരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്രയും ആകുലതകളും ആകാംക്ഷകളും? അപ്പോൾ BJP കടുത്ത ആശങ്കയിലും BJP നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലുമാണ് എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട. ഇനി ഈ 310 സീറ്റ്, ഈ 430 സീറ്റുകളിൽ 310 സീറ്റ് ഓൾറെഡി കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് 2014 നിന്നും 2019 നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു തരംഗം പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ശക്തമായൊരു തരംഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 2014 ആദ്യമായി BJP കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നത്. 2019 അതിശക്തമായ പുൽവാമ ബാലാക്കോട്ട് തരംഗം പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലാണ് 303 എന്ന അത്ഭുതകരമായ നേട്ടം BJP നേടിയത്. ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ യാതൊരുവിധ തരംഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് 5 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 310 സീറ്റുകൾ ഇതാ ഞങ്ങൾക്ക് നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം കപടമായ വ്യാജമായ ഒരു വ്യാഖ്യാനമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് BJP ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത്? BJPക്ക് തന്നെ ആശങ്കയുണ്ട്, ഇക്കുറി നല്ല നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്ന്. ഞാൻ 2 കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല. 2, NDAയ്ക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല. ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ട് ഈ BJPക്ക് അല്ലെങ്കിൽ NDAയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയുന്നു, അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ 2ാം ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ്. ആദ്യ ഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ്, എത്ര സീറ്റുകൾ കുറയുമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, 2019 ആണല്ലോ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ വർഷമാണ് 2019. അന്ന് 8 സംസ്ഥാനങ്ങളിൽ 100% വിജയമാണ് BJP കരസ്ഥമാക്കിയത്. 100% വിജയം. ഇപ്പോൾ രാജസ്ഥാൻ 25 സീറ്റിൽ 25 സീറ്റും BJPക്കാണ് കിട്ടിയിട്ടുള്ളത്. 28 സീറ്റുള്ള മധ്യപ്രദേശിൽ 1 സീറ്റ് പോയി, എങ്കിലും നമുക്കത് 100% എന്ന് കണക്കൂട്ടാം. 27 സീറ്റുകൾ കിട്ടി. കർണാടകയിൽ 28 സീറ്റുകളുണ്ട്, 2 സീറ്റുകൾ പോയി, എങ്കിലും 26 സീറ്റുകൾ കിട്ടി. ഡൽഹിയിൽ ആകെയുള്ളത് 7 സീറ്റ്, 7 സീറ്റും കിട്ടി. ഹരിയാനയിൽ ആകെയുള്ളത് 10 സീറ്റ്, 10 സീറ്റും കിട്ടി. ബീഹാറിൽ ആകെയുള്ളത് 39 സീറ്റ്, 38 സീറ്റും കിട്ടി. ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് 11 സീറ്റ്, 10 സീറ്റും കിട്ടി. അങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 100% വിജയമാണ് BJP 2019 കരസ്ഥമാക്കിയത്. അവിടെ തീർന്നില്ലല്ലോ BJPയുടെ തേരോട്ടം എന്ന് പറയുന്നത്. നോക്കൂ, 95% മുകളിൽ BJP വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഉത്തർപ്രദേശ് 80 സീറ്റിൽ 62 സീറ്റ് കിട്ടി. മഹാരാഷ്ട്ര 48 സീറ്റിൽ 41 സീറ്റ് കിട്ടി. ഛത്തീസ്ഗഡ് 11 സീറ്റിൽ 10 സീറ്റ് കിട്ടി. അതേപോലെ അസം 14 സീറ്റിൽ 9 സീറ്റ് കിട്ടി. അതേപോലെ തന്നെ ജാർഖണ്ഡ് 14 സീറ്റിൽ 11 സീറ്റ് കിട്ടി. ഈ രീതിയിൽ 95%-ലേറെ വിജയം വരിച്ച 5ഓ 6ഓ സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ 10-15 സംസ്ഥാനങ്ങളിൽ അത്ഭുതകരമായ വിജയമാണ് BJP നേടിയിട്ടുള്ളത്. 2019 ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റു
നെഹ്റുവിന് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമാകാതിരുന്നൊരു വിജയം കൈവരിച്ച നേതാവാണ് നരേന്ദ്രമോദി ആ അർത്ഥത്തിൽ 2019. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സീറ്റ് കുറയാൻ പോവുകയാണ്. ആദ്യം അത് എത്ര സീറ്റ് കുറയുമെന്ന് പരിശോധിക്കാം, പിന്നെ അതിൻ്റെ കാരണങ്ങളും പറയാം. ഞാൻ പറയുന്നത് 303 സീറ്റുകളാണല്ലോ BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത്. ആ 303 സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല. ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം 8 സീറ്റുകൾ BJPക്ക് കുറയും. 303-ൽ 8 സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം 295-ലേക്ക് കുറഞ്ഞു എന്നാണ്. 295-ൽ എത്തി നിൽക്കുന്ന BJPക്ക് 15 സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും. അപ്പോൾ 280 സീറ്റിലേക്ക് BJP താഴുന്നു. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ 4 സീറ്റുകൾ BJPക്ക് നഷ്ടമാകും. അപ്പോഴേക്കും 3 സീറ്റുകൾ നഷ്ടമാകും. 277-ലേക്ക് വരുന്നു. 272 കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് BJPയെ കാത്തിരിക്കുന്നത്. 14 സീറ്റുകൾ കുറയും. അപ്പോൾ BJPയുടെ അംഗബലം 256 കുറയുന്നു. ഇനി ഛത്തീസ്ഗഡ്, ആസാം, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 10 സീറ്റ് കുറയും. 246 സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം BJP കൂപ്പുകുത്തും. അതായത് BJPക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല. ഇനി BJP എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം. BJP ആകെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന തെലുങ്കാന, ആന്ധ്രാപ്രദേശിൽ മാത്രമാണ്. TDPയുമായി അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവിടെ 2-3 സീറ്റുകൾ അവിടെ ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 249 സീറ്റിലേക്ക് BJP എത്തിച്ചേരും. കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം BJP സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട്, പശ്ചിമ ബംഗാൾ. 18 സീറ്റാണ് അവിടെ കിട്ടിയത്. BJP പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത്. ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല. ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും. 2-3 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും. ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു 240 സീറ്റിലേക്ക് BJP വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി NDAക്കുമുണ്ടല്ലോ, മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ. ആ ഘടകകക്ഷികൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 47 സീറ്റുകളുണ്ട് ഘടകകക്ഷികൾക്ക്. JDUവിന് 17 സീറ്റുകളുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് അന്ന് 13 സീറ്റുണ്ടായിരുന്നു. പിന്നെ ആ രാഷ്ട്രീയ ലോക്ദൾ, ലോക് ജനശക്തി പാർട്ടി, ഇങ്ങനെയൊക്കെ ആയിട്ടൊരു 47 സീറ്റുകൾ ഇപ്പോൾ നിലവിൽ NDA എന്ന് പറയുന്ന ആ BJP ഒഴിച്ചുള്ള സഖ്യകക്ഷികൾക്കുണ്ട്. അതായത് 350 സീറ്റുകളാണുള്ളത്. ആ 47 സീറ്റുകളിൽ 20 സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. ശിവസേനയ്ക്ക് നഷ്ടപ്പെടും, അജിത് പവാറിൻ്റെ NCPക്കും നഷ്ടപ്പെടും. അതേപോലെ തന്നെ ബീഹാറിൽ വലിയ വില കൊടുക്കേണ്ടി വരും JDU-ആയിട്ടുള്ള സഖ്യം BJP ഉണ്ടാക്കിയതിന്. നിതീഷ് കുമാറിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഒരു 15ഓളം സീറ്റുകൾ ബീഹാറിൽ നഷ്ടപ്പെടും. അതായത് ഈ പറയുന്ന എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു 250-260 സീറ്റുകൾക്കകത്താണ് NDA എത്തിച്ചേരുക. ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല. ഇതിന് 4 കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു തരംഗവും പ്രവർത്തിക്കുന്നില്ല. ഒരു തരംഗവും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ഇതൊരു നോർമൽ ഇലക്ഷനാണ്. അങ്ങനെ നോർമൽ ഇലക്ഷൻ ആയാൽ എല്ലാ ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് വിലക്കയറ്റം, ഇപ്പോൾ ഗ്യാസിൻ്റെ വില വർധന ഒരു പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട്. പെട്രോളിൻ്റെ വില വർധന ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ്. ഇതിനോടൊപ്പമാണ് ഈ പറയുന്ന അവശ്യ വസ്തുക്കളുടെ വില വർധന, തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ ഫാർമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ. ഇതെല്ലാം തന്നെ ഘടകമായി വരും. ഇപ്പം പുൽവാമ പോലെ, ബാലാക്കോട്ട് പോലൊരു പ്രശ്നമുണ്ടായാൽ ഒരു തരംഗം ഉണ്ടാവുകയാണ് ചെയ്യുക. ആ തരംഗത്തിൽ ഈ പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളും തട്ടിത്തെറിപ്പിക്കപ്പെടും. ഇവിടെ ഇപ്പോൾ ഒരു തരംഗമില്ല. അപ്പോൾ നോർമലായ ഇലക്ഷൻ ആകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ അർത്ഥം ഞാൻ വ്യക്തമായി പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആൻറ്റി മോദി തരംഗമാണ്. അതൊരു നിശബ്ദ തരംഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള തരംഗം നിൽക്കുന്നു. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ആൻറ്റി മോഡി വേവാണ്. ആ വേവ് നിശബ്ദം ഈ അടിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സീറ്റുകൾ കുറയുമെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, 417 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്, അവരുടെ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത്. ആ 417 സീറ്റുകളിൽ 116 സീറ്റുകളിൽ മത്സരിക്കുന്ന ആരാണെന്നറിയാവോ? ഡിഫക്റ്റേഴ്സാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന 28% ആണ് കേട്ടോ. 28% ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 28% എന്ന് പറയുന്നത് 117ആണ്. ആ 116 പേരും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നിട്ട് മത്സരിക്കുന്നവരാണ്. ഇതിൽ 99 പേര്, അതായത് 85%, 99 പേരും 2014 ശേഷം കോൺഗ്രസ് വിട്ടോ മറ്റു പാർട്ടികൾ വിട്ടോ BJPയിലേക്ക് എത്തിയവരാണ്. ഇവർ BJPയുമായി സിങ്ക് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, BJPക്കാർ ഇവർക്കിട്ട് പണി കൊടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഗുജറാത്തിലെ സമർഖണ്ഡ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ബിക്കാജി താക്കൂർ എന്ന് പറയുന്ന ആളാണ് സിറ്റിംഗ് MP. ഗുജറാത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ബിക്കാജി താക്കൂറിന് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ കഴിഞ്ഞ അടുത്ത ദിവസം കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരു നേതാവിൻ്റെ ഭാര്യ ശോഭന ബെൻ മത്സരിക്കുന്നു. അവിടെ തോൽപ്പിക്കാനായിട്ട് അവിടെ BJP പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ
പിലിഭട്ടിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ തോൽപ്പിക്കും വരുൺ ഗാന്ധി BJP-യുടെ കാൻഡിഡേറ്റിനെ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അറിയാവോ? സുൽത്താൻപൂരിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ മനേകാ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. അവിടെ BJP തോൽപ്പിക്കും മനേകാ ഗാന്ധിയെ. ഈ രീതിയിൽ ജനറൽ VK സിംഗിന് സീറ്റ് കൊടുത്തിട്ടില്ല ഗാസിയാബാദിൽ. വലിയ പ്രശ്നമാണ്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന 116 ഡിഫക്റ്റേഴ്സിനെ വിജയിപ്പിക്കാൻ സാധ്യതയുമില്ല. അങ്ങനെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ലോക്കൽ ഇഷ്യൂസാണ്. ഓരോ സംസ്ഥാനവും എടുത്തു നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോക്കലി സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, രജപുത്രന്മാരുടെ ഇഷ്യൂ. ഗുജറാത്തിലെ പുരുഷോത്തം റുപാല നടത്തിയ ഒറ്റ പ്രസംഗത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ അവരെതിരാണ്, രാജസ്ഥാനിൽ അവരെതിരാണ്, ഉത്തർപ്രദേശിൽ അവരെതിരാണ്. പ്രത്യേകിച്ച് ജനറൽ VK സിംഗിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലെതിരാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും രജപുത്ര വിഭാഗങ്ങളും ക്ഷത്രിയ ബ്രാഹ്മണരും വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുന്നു. അതുകൂടാതെ UP-യിൽ വേറൊരു ഫാക്ടറുണ്ട് കേട്ടോ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാൾ BJP-ക്ക് ഇപ്രാവശ്യം ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ലോക്കൽ ഇഷ്യൂ. ഡൽഹിയിലേക്ക് വന്നാലോ, ഹരിയാനയിലേക്ക് വന്നാലോ, പഞ്ചാബിലേക്ക് വന്നാലോ, അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തുടനീളം ഒരു വിഷയമായിട്ട് വരും. അതുകൂടാതെ ഡൽഹിയിൽ അതൊരു വികാരമാണ്, പഞ്ചാബിൽ അതൊരു വികാരമാണ്, അതുപോലെ തന്നെ ഹരിയാനയിൽ അതൊരു വികാരമാണ്. ഇനി ഹരിയാന മാത്രം എടുത്തു നോക്കൂ, അഗ്നിപഥ് എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം മതി. ആ വിഷയത്തിലൂടെ എത്ര യുവാക്കൾക്കാണ് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. അതുമാത്രവുമല്ലല്ലോ, അവിടെ ലോക്കലി BJP-ക്കെതിരായിട്ടുള്ള ആ മന്ത്രിസഭ ഇപ്പോൾ ഉടനെ താഴ്ത്തു വീഴും. കോൺഗ്രസ് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കും. ഈ രീതിയിൽ ഹരിയാനയിൽ ഒരു ലോക്കൽ ഇഷ്യൂ ആണ് അഗ്നിപഥ് എന്ന് പറയുന്നത്. പഞ്ചാബിലേക്ക് വന്ന ഒറ്റ സീറ്റ് BJP-ക്ക് കിട്ടില്ല. കാരണം അവിടെ ഫാർമേഴ്സിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോഴും നമ്മളിരിക്കുമ്പോഴും ഫാർമേഴ്സ് സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് എന്ന് ഓർക്കണം. ഇങ്ങനെ ഓരോ സ്ഥലത്തും ലോക്കലായിട്ടുള്ള ഓരോ ഇഷ്യൂസ് വളരെ ശക്തമായി വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മറാത്ത റിസർവേഷൻ്റെ പ്രശ്നം അതിശക്തമാണ്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കൗതുകരമായി മറ്റൊരു കാര്യം സംഭവിക്കും. മഹാരാഷ്ട്രയിൽ ആദ്യമായി ശിവസേനയ്ക്ക് അനുകൂലമായിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും ശിവസേനയ്ക്ക് അനുകൂലമായിട്ട്. കാരണം ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഈ അർത്ഥത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എടുത്താലും ഓരോ വിഷയങ്ങൾ വളരെ പ്രധാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നാലാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? 400 സീറ്റ് കിട്ടിയാൽ ഇവർ ഈ രാജ്യത്ത് ഭരണഘടന എഴുതുമെന്നും അങ്ങനെ ആയാൽ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ നഷ്ടപ്പെടുമെന്നുള്ളൊരു വികാരം നോർത്ത് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അത് ഈ 400 എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് സീറ്റ് വെച്ചതോട് തന്നെ പൊളിഞ്ഞുപോയി. ആ വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി കൂടുതൽ സീറ്റുകൾ കൈയടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ എതിരായ ഒരു വികാരം അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമെന്ന ആശങ്കയും വലിയ പ്രശ്നമാണ്. കർണാടകയിലേക്ക് വന്നാൽ പ്രജ്വൽ രേവണ്ണ മാത്രം മതി. സെക്കൻഡ് ഫേസിൽ വാഷ് ഔട്ട് ആകാൻ പോവുകയാണ്. ഈ അർത്ഥത്തിൽ 3 ഫാക്ടേഴ്സ് ഞാൻ വിശദീകരിച്ചു. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെയാണ്. അത് RSS വേഴ്സസ് മോഡി എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന JP നഡ്ഡ പറഞ്ഞ വളരെ ശരിയാന്നേ. ഇപ്പോൾ RSSൻ്റെ ആവശ്യമില്ല. 2004-ൽ BJP-യെ സംബന്ധിച്ചിടത്തോളം RSS അനിവാര്യമായിരുന്നു. RSS എന്ന് പറയുന്ന സംഘടനയാണ് യഥാർത്ഥത്തിൽ BJP-യുടെ ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിൽ. 2014 ഞാൻ നിശ്ചയമായും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേട്ടമാണ്. BJP അവർ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് സ്വയം പര്യാപ്തമാക്കിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ JP നഡ്ഡ പറഞ്ഞത്, ഞങ്ങൾക്ക് RSSൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സ്വയം അങ്ങ് പ്രവർത്തിച്ച് കളയുമെന്നുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? വലിയ രീതിയിൽ പണം മുടക്കി IT സെല്ലുകൾ ഉണ്ടാക്കി, വലിയ രീതിയിൽ ഡിഫെക്ഷൻസ് ഉണ്ടാക്കി. ഈ ഡിഫെക്ഷൻ ഒന്നും തന്നെ RSS അനുകൂലമല്ല കേട്ടോ. RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജി പഠിച്ച് അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിച്ച് വരുന്ന ആളുകളെ RSS അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ മറ്റു പാർട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളിൽ പെടുത്തി അല്ലെങ്കിൽ കേസിൽ കുടുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്പർ ഉണ്ടാക്കുന്ന വിദ്യയെ RSS അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ RSS വലിയ രീതിയിൽ മോദിക്കെതിരാണ്. ആ അർത്ഥത്തിൽ RSS എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് യാതൊരു താല്പര്യവും മോദിയോടില്ല, അമിത്ഷായോടില്ല. മാത്രമല്ല, മോദി ഇന്നിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നേ, മോദി പ്രസംഗിച്ചിരിക്കുന്നത് ഇന്നെന്താണെന്ന് അറിയോ? പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു വോട്ടർ അംഗീകരിക്കുമോ അങ്ങനെ ഒരു പ്രസംഗത്തെ? ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗംഗയുടെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചിരുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, മോദിയുടെ പരിവാറിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഇന്ന് വരെ സംഘപരിവാറിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏക നേതാവായിട്ട് ഒരാളെയും അവർ അംഗീകരിച്ചിട്ടില്ല. 2004-ൽ നോക്കൂ, നിരന്ന് നിന്ന നേതൃനിരയാണ് വാജ്പേയി, അദ്വാനി, ഉമാഭാരതി, കല്യാൺ സിംഗ്, കൽരാജ് മിശ്ര, രാജ്നാഥ് സിംഗ്, ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, ജസ്വന്ത് സിംഗ്, വസുന്ധര രാജ സിന്ധ്യ, രാജമാധവ വിജയരാജ സിന്ധ്യ, ഇങ്ങനെ എണ്ണം യെദ്യൂരപ്പ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഗോവിന്ദാചാര്യ, ഇങ്ങനെ എണ്ണം പറഞ്ഞ വലിയൊരു നേതൃനിരയാണ് BJP 2004-ൽ കാഴ്ചവെച്ചത്. പ്രമോദ് മഹാജൻ, ഓഫ് കോഴ്സ്, ഗോപിനാഥ് മുണ്ടെ, അങ്ങനെ എത്ര പേര്. പക്ഷേ ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി, കുറച്ച് കഴിഞ്ഞാൽ അമിത്ഷാ, JP നഡ്ഡ വെറുതെ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ സംഘപരിവാറിനുള്ളിൽ അതിശക്തമായ എതിർപ്പ്
ഈ പറയുന്ന മോദി ഷാ നേതൃത്വത്തോടുണ്ട് ഇക്കുറി വേണ്ട എന്നൊരു ആലോചന പോലും സംഘപരിവാറിൽ ശക്തമാണ്. ശരി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 4 ഘടകങ്ങൾ മോദിക്കെതിരായി BJPക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല BJPക്ക് ഒറ്റയ്ക്ക് എന്ന് മാത്രവുമല്ല, സഖ്യകക്ഷികൾ വലിയ അപകടമുണ്ടാക്കി. മഹാരാഷ്ട്രയിൽ ശിവസേന ഗുണം ചെയ്തിട്ടില്ല ഒരു കാരണവശാലും, ഏത് ഷിൻഡെ പക്ഷം. അതേപോലെ തന്നെ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP ഗുണം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ സഖ്യം ഗുണം ചെയ്തിട്ടില്ല. ശിരോമണി അകാലിദൾ പഞ്ചാബിലില്ല. ഒഡീഷയിൽ നേരത്തെ ഉണ്ടായിരുന്ന സഖ്യകക്ഷിക്കെതിരായിട്ടാണ് ഇപ്പോൾ പോയി മോഡി പ്രചാരണം നടത്തിയത് ബിജു ജനതാദളിനെതിരായിട്ട്. ഈ അർത്ഥത്തിലൊക്കെ യാതൊരു വിധത്തിലും ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കില്ല. ഒരു കാര്യം കൂടി 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്തേക്കാം. കഴിഞ്ഞ ദിവസം വലിയ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് പവൻ ഖേരയാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നുണ്ടായ പ്രസ്താവനയാണ്. ഈ 310 സീറ്റ് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു എന്ന് BJP അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമായി ഞാൻ കാണുന്ന ഒരു സംശയം മാത്രമാണ്. അത് EVMുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് കോൺഗ്രസ് വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 5 ഘട്ടത്തിലെ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ 1,07,00,000 വ്യത്യാസം വന്നിരിക്കുന്നത് വോട്ടിൽ. 1,07,00,000 ഈ 430 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 28,000 വോട്ടിൻ്റെ വ്യത്യാസം. എങ്ങനെയാണ് ഇങ്ങനൊരു വ്യത്യാസം വന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്, ചരിത്രത്തിലാദ്യമായിട്ടാണ് 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആദ്യത്തെ പോളിംഗ് പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളിലൊക്കെ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. അതെല്ലാം ഈ ഇൻഫ്ലമേറ്റ് ചെയ്ത് ഭയങ്കരമായ വ്യത്യാസം വരുന്ന കണക്കുകളാണ് ഈ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇനി എന്ത് മെക്കാനിസമാണ് അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിലവിലെ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചിട്ട് BJP സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല, NDAക്കും സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല. അതിശക്തമായ മോദി വിരുദ്ധ സർക്കാർ വിരുദ്ധ തരംഗം നിലനിൽക്കുന്നു. ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശരി, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയ ചർച്ച തുടരുകയാണ്. നികേഷ് കുമാർ, 6ാം ഘട്ടം പർട്ടിക്കുലറായി നമ്മൾ എടുക്കുകയാണെങ്കിൽ 6ാം ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന 58 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇപ്പോഴില്ല. ഹരിയാനയിലെ റോത്തക്കായിരുന്നു ആ നിലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സീറ്റ്. അവിടെയും ചെറിയ ഭൂരിപക്ഷത്തിന് BJP നേടുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന് ഒരു സ്ട്രോങ് ഹോൾഡും ഈ 6ാം ഘട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേസമയം BJP ആയിക്കൊള്ളട്ടെ 35% മുതൽ അങ്ങോട്ട് വിക്ടറി മാർജിൻ തന്നെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ 17 സീറ്റുകൾ സ്വിംഗ് ചെയ്യാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. അനന്ത്നാഗ്, അതുപോലെ തന്നെ വാൽമീകി നഗർ, ഗോപാൽഗഞ്ച്, സിവാൻ, സിർസ, ഹിസാർ, സംബൽപൂർ, അങ്ങനെ 17 സീറ്റുകൾ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റിൽ എങ്ങനെയാണ് സ്വിംഗ് ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ജയപരാജയങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുന്നേറ്റം. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഉണ്ണി ബാലകൃഷ്ണൻ പ്രകടിപ്പിച്ച ഒരു ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതായത് ഈ BJPക്കും NDAക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത. ഞാൻ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ NDA ആകെ കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്കറിയാവുന്നതുപോലെ ബീഹാറിൽ തേജസ്വി യാദവ് വലിയ നിലയിൽ തരംഗം ഉണ്ടാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ഠാക്കറെയും ശരത് പവാറും അടങ്ങുന്ന ഒരു മഹാവികാസ് അഘാടി വലിയ നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ടോട്ടൽ BJPയുടെ ഒരു റൗട്ടിലേക്ക്, BJP അങ്ങോട്ട് അടിപതറി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് എത്ര കണ്ട് കോൺഗ്രസിൻ്റെ മുമ്പിലാണ് വിജയം ഉള്ളത്. കോൺഗ്രസ് നമുക്കറിയാവുന്നതുപോലെ ഒരു 52 സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. 52 സീറ്റിൽ നിന്നൊരു 30 സീറ്റോ 40 സീറ്റോ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതായത് കോൺഗ്രസ് 80-90 സീറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ ശേഖർ ഗുപ്ത പറഞ്ഞത്. അതായത് 90 സീറ്റിലേക്ക് വരെ കോൺഗ്രസ് എത്തിയാൽ തന്നെ വേണമെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 30 സീറ്റോ 40 സീറ്റോ കോൺഗ്രസിന് കൂടുകയാണെങ്കിൽ അത് BJPക്കാണ് കുറയുന്നത്. 303-ൽ നിന്ന് 30 സീറ്റ് കുറയുക എന്ന് പറയുമ്പോൾ 273-ലേക്ക് വരുന്നു, അല്ലെങ്കിൽ 263-ലേക്ക് വരുന്നു. 40 സീറ്റുകളാണെങ്കിൽ 263-ലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും BJPക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ശേഖർ ഗുപ്തയുടെ റീഡിങ്. പക്ഷേ അത്രയും സീറ്റുകൾ കിട്ടണമെങ്കിൽ നരേന്ദ്രമോദിയുടെ BJPയെ തോൽപ്പിക്കണമെന്നുള്ള ഒരു റൈഡർ കൂടി ശേഖർ ഗുപ്ത നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകളിൽ കോൺഗ്രസിനോട് തോൽക്കുക എന്ന് പറയുന്നത് ഒരു ദേശീയ ട്രെൻഡിനോട് അടുപ്പിച്ച് നിൽക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനോട് 30-40 സീറ്റുകൾ തോൽക്കാൻ കഴിയുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തകർച്ചയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, പ്രചരണത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആറാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നാം കാണുന്നത് പ്രധാനമായും മുദ്രാവാക്യങ്ങളിലെ മാറ്റമാണ്. നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്ങനെയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി പ്രചരണത്തിലെ വിഷയങ്ങൾ മാറ്റിക്കൊണ്ടുവന്നിട്ടുള്ളത്. അവസാന ഘട്ടമാകുമ്പോഴേക്കും അതൊരു ഈ മുസ്ലിം ഹിന്ദു ധ്രുവീകരണത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരാൾക്ക് പറയാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. അതാണ് നേരത്തെ വിശദീകരിച്ചത്. എൻ്റെ അമ്മ ജീവിച്ചിരുന്നത് വരെ എൻ്റെ ജനനം ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു. അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ന്യൂസ് 18 ഇൻ്റർവ്യൂവിൽ പറയുന്നത്. താൻ ഉൾക്കൊള്ളുന്ന ഊർജ്ജം ജൈവികമായ ശരീരത്തിൽ നിന്നുണ്ടാകാൻ കഴിയില്ല എന്നും ചിലത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജ്ജം നൽകി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് ഒരാൾ പറയുകയാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് എന്തോ ഒരു കുമാറാണെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു ദൈവികമായിട്ടുള്ള ഊർജ്ജം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജൈവികമായി എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ല എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനാണത് പറയുന്നതെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങളുടെ ഒരു ബോധ്യം എന്തായിരിക്കും? അല്ലെങ്കിൽ വേറൊരാളത് പറയുമ്പോൾ മറ്റുള്ളവരെന്തായിരിക്കും ചിന്തിക്കുക? സാധാരണ രീതിയിലുള്ള ഒരു 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 എന്താ പറയുക, ഒരു 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 നമ്മൾ വട്ടെന്ന് പറയില്ലേ, ആ നിലയിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്ഭുതമല്ലാതെ വേറൊന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ എല്ലാ അഭിമുഖങ്ങളിലും നരേന്ദ്രമോദിയുടെ എല്ലാ ടെലിവിഷൻ അഭിമുഖങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ അഭിമുഖങ്ങളിലും വരുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ഊർജ്ജം കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ്. അതിനകത്ത് നരേന്ദ്രമോദി പറഞ്ഞ് എത്തിയിട്ടുള്ള മറുപടി ഇതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും, അതായത് അജണ്ട വളച്ചു കെട്ടിക്കൊണ്ടുവരാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ BJPയുടെ ഒരു തിരിച്ചറിവുണ്ട്. അതായത് പോളിംഗ് ശതമാനം വല്ലാതെ കുറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താത്തത് എന്നത് സംബന്ധിച്ച ഒരു പഠനം സ്വാഭാവികമായിട്ടും BJP നടത്തുമല്ലോ. അവിടെ 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ BJP കാണുന്ന 3 ഇലക്ഷൻ, ഒന്ന് 2004 ഇലക്ഷൻ, പിന്നെ 2014 ഇലക്ഷൻ, 2019 ഇലക്ഷൻ. 2004 AB വാജ്പേയി അധികാരത്തിൽ തിരിച്ചു വരുമെന്നായിരുന്നു BJP കരുതിയിരുന്നത്. പക്ഷേ ഒരു കോംപ്ലാസൻസി ഉണ്ടല്ലോ, ഒരു ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ താല്പര്യമില്ലാത്ത BJPയുടെ കോർ ആ സമയത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യമാണല്ലോ ഉയർത്തിയിട്ടുള്ളത്. BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രവർത്തകരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അജണ്ട ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അവിടെ വർഗീയമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല, വർഗീയമായ ധ്രുവീകരണം ഉണ്ടായിരുന്നില്ല 2004. പക്ഷേ 2014 അതുണ്ടായി. 2019 അത് ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് നാഷണലിസവുമായി കൂട്ടിച്ചേർത്തിട്ടാണെങ്കിൽ തന്നെയും ആ നിലയിലുള്ള അതായത് 2004 പോലുള്ള ഒരു ആളുകൾക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർക്ക് താല്പര്യമില്ലാത്ത ഒരു ഇലക്ഷനിലേക്കാണ് 2024 പോകുന്നത് എന്ന് ആദ്യഘട്ടത്തെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിക്ക് മനസ്സിലാവുന്നു. അതിനാണ് അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു മുസ്ലിം വിഷയം, എന്താ പറഞ്ഞ രാമക്ഷേത്രത്തിന് ബാബറി ലോക്കുണ്ടാകുമെന്നും വോട്ട് ജിഹാദോ ആണെന്നും പാകിസ്ഥാനാണെന്നും, പിന്നീട് ബൻസാരയിലേക്ക് ഏപ്രിൽ 21 ആകുമ്പോഴേക്കും കുറച്ചുകൂടി കൂട്ടി ഈ താലിമാലയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നിരിക്കുന്നു. അവസാന ഘട്ടമാകുമ്പോഴേക്കും 5ാം ഘട്ടം കഴിഞ്ഞ് 6ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ദൈവമാണെന്ന് ഒരാൾ വിളിച്ചു പറയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ, ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ ജനാധിപത്യത്തെക്കുറിച്ചും നമ്മളെ ഒരു നാട്ടിലെ പൊതുസ്ഥിതിയെക്കുറിച്ചും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും ആ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു എന്താ പറയുക ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെയാണ് ഒരാൾ കയറി പറയുന്നത് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലക്ഷൻ്റെ നെറേറ്റീവ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം, അത് എങ്ങനെ ചെയ്താലാണ് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളമുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ വളരെ വികലമാണ്. ആ വികലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏതായാലും 6ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം വളരെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് ഞാൻ കഴിഞ്ഞ ചർച്ചകളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ BJPക്ക് കോർത്തിണക്കി ഒരു സഖ്യമുണ്ടാക്കി അധികാരത്തിലേറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും
സംശയമുണ്ട്. കഴിയുന്ന വിധത്തിലായിരിക്കണം കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നമുക്ക് നോക്കാം. ഒരു 1-2 ഘട്ടം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അടുത്ത ഘട്ടം കൂടിയല്ലേ ഉള്ളൂ, അടുത്ത ഘട്ടം കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാവും. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളില്ലാതെയാണെന്നാണ് അല്ലേ? മാറ്റങ്ങളോടുകൂടിയാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് BJPയുടെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് വലിയ മാറ്റമില്ല എന്ന് പറയാം. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അതെയോ ആറാം ഘട്ടം എന്ന ചോദ്യത്തിന് അല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. ഇപ്പോൾ ആറാം ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ 58 സീറ്റിലാണ് മത്സരം നടക്കുന്നത്. അതിൽ കഴിഞ്ഞ തവണ 2019 BJP 40 വിജയിച്ചിരുന്നു. അതും 40%-ലേറെ വോട്ട് 90% സീറ്റുകളിലും നേടിയിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാകേണ്ട സ്ഥലത്താണ് അത്ര ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കാത്തത്. ഇപ്പോൾ മോദി പറഞ്ഞ് അയോധ്യ ക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നും രാംലല്ലയെ ടെൻറ്റിലിരുത്തുമെന്നും പറഞ്ഞു ആദ്യം. ഇപ്പോൾ ഞാൻ തന്നെ ദൈവപുത്രൻ എന്ന രീതിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഹിമന്ത ബിശ്വാസാണ് ആദ്യം അദ്ദേഹത്തെ ദൈവം പോലും ആരാധിക്കുന്നവനെന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്വയം തന്നെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്കൊക്കെ പ്രചാരണം എത്തുന്നത് ആത്മവിശ്വാസം കൂടിയതിൻ്റെ ലക്ഷണമാണോ കുറഞ്ഞതിൻ്റെ ലക്ഷണമാണോ എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തും. ഇപ്പോൾ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, UP ഈ പ്രദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ 7 ഇടത്ത് എന്ന് പറയുമ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേജ്രിവാൾ ജയിൽവാസത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പ്, അതിനുശേഷം പ്രചാരണത്തിന് ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഡൽഹി പ്രധാനമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഈ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഏതൊക്കെ തരം കേസുകൾ വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേജ്രിവാളിൻ്റെ അമ്മയും അച്ഛനെയും വരെ ചോദ്യം ചെയ്യാൻ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട കേസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെ BJP എടുക്കുന്ന നീക്കങ്ങൾ. പക്ഷേ ഡൽഹിയിൽ 4 ഇടത്തും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന 4 ഇടത്തും നല്ല പ്രചാരണം കേജ്രിവാൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ വളരെ കോൺഫിഡൻറ്റുമാണ്. അതേസമയം കോൺഗ്രസ് സഖ്യത്തിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകുന്നുണ്ട്. തിരിച്ച് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പ്രചാരണത്തിനായി ഇറങ്ങുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഡൽഹിയിലുണ്ട്. അവിടെ പ്രാദേശിക വികാരം ഈ സഖ്യത്തിനെതിരാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും, കോൺഗ്രസിന് ദോഷം ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കനയ്യ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ അവിടെ പ്രാദേശിക നേതൃത്വം കനയ്യ കുമാറിന് പോലും പ്രചാരണത്തിന് എത്തുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതേസമയം ഷഹീൻ ബാഗ് പോലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കൃത്യമായും BJPക്കെതിരായ വോട്ട് വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആം ആദ്മി പാർട്ടിക്കാണ്. അത് ഈ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരം ചില ഘടകങ്ങൾ ഡൽഹിയിൽ നിൽക്കുന്നു. ഇനി പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബിലും ഹരിയാനയിലുമായാലും കർഷക സമരം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു, അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം പഞ്ചാബിലും വേറെ രീതിയിൽ തന്നെയാണ് പ്രതിഫലിക്കുക. അത് മാത്രമല്ല ഈ കർഷക സമരം എന്നുള്ള ഹരിയാനയിൽ വലിയ തോതിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അവിടെ BJP സ്ഥാനാർത്ഥികൾക്ക് പോയി പ്രചാരണത്തിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം അവിടെയുണ്ട്. UPയിലും പഴയ പോലെ ആയിരിക്കും. UPയിൽ 14 ഇടത്താണ് മത്സരം നടക്കാനിരിക്കുന്നത്. അവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ അമിത്ഷായും മോദിയുമാണ് പ്രചാരണത്തിലെത്തിയത്. അപ്പുറത്താകട്ടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ നേരിട്ട് പോരാടുന്ന മണ്ഡലങ്ങൾ എന്നുള്ളൊരു പ്രത്യേകത കൂടി UPയിലെ 14 മണ്ഡലങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ വലിയ തോതിൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഡൽഹിയിൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഓരോ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് നിരീക്ഷകർ ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് പഴയ നേട്ടം ഉണ്ടാകില്ല എന്ന അനുമാനത്തിലേക്ക് അല്ലെങ്കിൽ വിശകലനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏറ്റവും ഒടുവിൽ പറയുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 272 സീറ്റ് എന്നതിലേക്ക് NDAക്കും BJPക്കും ആ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന വിലയിരുത്തലിലേക്ക് വരുന്നു. BJPക്ക് കർണാടകത്തിൽ 10 മുതൽ 12 വരെ സീറ്റുകൾ നഷ്ടപ്പെടാമെന്നാണ് പുതിയ സാഹചര്യത്തിലുള്ള വിലയിരുത്തൽ. മഹാരാഷ്ട്രയിൽ NDAക്ക് ആകെ 20 സീറ്റ് നഷ്ടമാകുമെന്ന് പറയുന്നു. രാജസ്ഥാനിൽ 8 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടും എന്നുള്ളതാണ്. അതായത് 8 സീറ്റ് BJPക്ക് നഷ്ടമാക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് വരികയാണ്. ഹരിയാനയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആകെയുള്ള 10ൽ 6 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമെന്നുള്ള വിലയിരുത്തലാണ് ഒന്നിലധികം നിരീക്ഷകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 10 BJPക്കായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി മറച്ചു വയ്ക്കാനാവില്ല. ഡൽഹിയിൽ 2-3 സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്ന് എനിക്കത്ര മനസ്സിലാക്കാനാകുന്നില്ല. ബീഹാറിൽ 20 സീറ്റ് NDAക്ക് നഷ്ടമാകുമെന്ന് ഉള്ള വിലയിരുത്തൽ. ബീഹാറിൽ 20 സീറ്റ് NDAക്ക് നഷ്ടമാകുന്നെങ്കിൽ അവിടെ ഒരു വലിയ സഖ്യം, ഇന്ത്യ മുന്നണിയിൽ തന്നെ പിളർപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സഖ്യം അത് തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഉത്തർപ്രദേശിൽ 10 സീറ്റുകളാണ് ആകെ, ഈ 6ാം ഘട്ടത്തിലല്ല, ആകെ 10 സീറ്റുകൾ BJPക്ക് നഷ്ടമാകുമെന്ന വിലയിരുത്തലിലേക്കാണ് വരുന്നത്. അങ്ങനെ
വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഛത്തീസ്ഗഡും മധ്യപ്രദേശുമായിരിക്കും ബി ജെ പിക്ക് അല്പമെങ്കിലും ഗുണം ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്ന വിലയിരുത്തലുമുണ്ട്. നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച 90% വിജയിച്ചത് കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ 52-ൽ നിന്ന് 80 കോൺഗ്രസ് ഉയരുകയാണെങ്കിൽ അത് ബി ജെ പിക്കാണ് ആ നഷ്ടമുണ്ടാകുന്നത്. ആ നഷ്ടം പ്രധാനമായിരിക്കും. അങ്ങനെ വരുമ്പോൾ കണക്കുകൾ ഇപ്പോൾ പറയുന്ന ഈ 400 പാറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോ നേതാക്കളും നടത്തുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ അഗ്നിവീർ പദ്ധതിയിൽ തന്നെ മാറ്റം വരുത്തുമെന്നുള്ള പ്രതികരണമൊക്കെ ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വരുമ്പോൾ അതൊരു ആത്മവിശ്വാസക്കുറവായി തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. സുജയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ദൈവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് തിരുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ദൈവമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂറും ദിവസവും 24 മണിക്കൂറും 2047 വരെ ജോലി ചെയ്യാൻ എനിക്ക് കരുത്ത് തന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. പിന്നെ ഈ പറയുന്നത് പോലെ ജൈവികമായ ഒന്നല്ല ദൈവികമായ ഒന്ന് തന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരു വിശ്വാസി വിശ്വസിക്കുന്നതാണ്. അത് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ. ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? തത്വമസി എന്നാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഛാന്തോഗ്യോപനിഷത്തിൽ ആരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി അത് വേറൊരു രീതിയിൽ നരേന്ദ്രമോദി പറയുമ്പോൾ അത് തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമാണ് അതിലുള്ള എൻ്റെ കമൻറ്റ്. പിന്നെ ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ ഇനിയിപ്പോൾ 10 ദിവസത്തിന് അകലം മാത്രമേ ഉള്ളൂ വോട്ടെണ്ണലിലേക്ക്. 2 ഘട്ടം വോട്ടെടുപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ നമ്മൾ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞതാണ്. ഓരോ ഘട്ടത്തിലെയും വോട്ട് എത്ര വീഴും, എത്ര വീതം കുറയും, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മൾ നടത്തിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ണിസാറും ചില കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഈ കണക്കുകളൊക്കെ നമുക്ക് പറയാൻ കഴിയുക വോട്ടെണ്ണുമ്പോൾ മാത്രമാണ്. വോട്ടെണ്ണുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അല്ലാതെ ഇപ്പോൾ പെട്ടിയിലായിരിക്കുന്ന വോട്ട് ഇവിടെ ഇരുന്ന് എന്തായാലും തൽക്കാലം ഞാൻ എണ്ണുന്നില്ല. ഇതിൽ 6-ാം ഘട്ടം മാറ്റമില്ലാതെയോ എന്ന ചോദ്യത്തിൽ ഇത്തവണ 400-ലേക്ക്, അതായത് 95% മാർക്ക് നേടി നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ബി ജെ പിയും എൻ ഡി എയും. സ്വാഭാവികമായും 95% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 100-ലേക്ക് എത്തിക്കുക എന്നുള്ളത് നന്നായി പഠിക്കുന്ന ഏത് കുട്ടിയും ആഗ്രഹിക്കുന്നതാണ്. അത് മാത്രമേ ബി ജെ പിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ നന്നായി പഠിക്കുന്നു എന്നതിൻ്റെ അർത്ഥം 2014 മുതൽ 19 വരെ എങ്ങനെയാണോ ഭരണം നിർവഹിച്ചത് അതിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനാണ് 2019 മുതൽ 2024 വരെ അവർ ശ്രമിച്ചത്. അതായത് ഗവേണൻസ് മോഡലിൽ ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയല്ല 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് ആരായിരിക്കും ഇതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ 95% മോഡൽ പരീക്ഷയ്ക്ക് വാങ്ങിച്ച ആളാണോ അതോ ജസ്റ്റ് പാസ്സായി നിൽക്കുന്ന ആളാണോ എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി വേഴ്സസ് എൻ ഡി എയുടെ കമ്പാരിസൺ. കാരണം ഈ കുട്ടി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. ഉണ്ണിസാറെ, ഇന്ത്യ മുന്നണി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി റിവൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യവുമല്ല. അതേസമയം കൃത്യമായി ചിട്ടയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് മറുഭാഗത്ത് പരീക്ഷ എഴുതുന്നത് എന്നത് ഇന്ത്യ മുന്നണി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ദക്ഷിണേന്ത്യയിലെ കണക്ക് കൂടി വെച്ചുകൊണ്ടാണ് ഈ 400 കടക്കും എന്നുള്ള ഒരു പ്രൊജക്ഷനിലേക്ക് എത്തിയത്. 1-ാം ഘട്ട വോട്ടെടുപ്പിന്റെ സമയം മുതൽ തന്നെ നരേന്ദ്രമോദി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഞാനൊന്ന് നോക്കി. അതായത് മാർച്ച് 8 മുതൽ മെയ് 9 വരെ, മാർച്ച് 8 മുതൽ മെയ് 9 വരെയുള്ള പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആകെ നടത്തിയത് 81 പ്രസംഗങ്ങളാണ്. ആ 81 പ്രസംഗങ്ങളിലും ഒന്നിലധികം തവണ ഈ 400 കടക്കും എന്നുള്ളത് നരേന്ദ്രമോദി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലാതെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ 1-ാം ഘട്ടത്തിൽ ഒരു പ്രചാരണം, 2-ാം ഘട്ടത്തിൽ മറ്റൊരു പ്രചാരണം, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ 81 തെരഞ്ഞെടുപ്പ് റാലികളിലും നരേന്ദ്രമോദി 400+ എന്നുള്ള ക്യാമ്പയിൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിലേക്ക് ജൂൺ 4-ൽ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ ശക്തമായ ഒരു എതിർവികാരം ഉണ്ടാകണം. ആ ശക്തമായ എതിർവികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ 52-ൽ നിന്നും 303-ൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ബി ജെ പിക്ക് ഒപ്പം എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ്, വലിയ ടാർഗറ്റാണ് മുന്നിലുള്ളത്. അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായ ഒരു അണ്ടർ കറന്റ് തന്നെ ഉണ്ടാകണം എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇതിൽ കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ ഒരു വാഗ്ദാനം വനിതകൾക്ക് 1 ലക്ഷം നൽകും എന്നുള്ളതാണ്. അത് സോണിയാഗാന്ധി തന്നെയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, എടുത്തു പറയാവുന്ന വാഗ്ദാനങ്ങൾ എന്താണ് മറുഭാഗത്ത് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്? ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന മാറ്റുമെന്ന് ഒരിടത്തും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും പോൾ പ്രോമിസിലോ ഏതെങ്കിലും പ്രസംഗങ്ങളിലോ ഒന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിടുന്നത്. മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ഇന്നും ഇന്നത്തെ പ്രചാരണ പരിപാടിയിലും പറയുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്, ഭരണഘടന മാറ്റാൻ പോകുന്നത്. ആ ഒരു നറേറ്റീവ് മാത്രമേ ഉള്ളൂ. അത് താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് ഈ നറേറ്റീവ് എത്രത്തോളം എത്തും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ കരുതുന്നില്ല അങ്ങനെയുള്ളൊരു നറേറ്റീവ് കൊണ്ട് മാത്രം ഒരു ഗവേണൻസ് മോഡലിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളത്.
UPയുടെ ഗവേണൻസ് മോഡൽ എങ്ങനെയാണ്, അതുമൂലം എങ്ങനെയാണ് സാധനങ്ങളും സേവനങ്ങളും എവറി നൂക്ക് ആൻഡ് കോർണർ എത്തിയത്, അതിൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് NDAക്ക് എന്നുള്ളതായിരിക്കും സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള ജനങ്ങൾ വിധി എഴുതുമ്പോൾ ആലോചിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെയാണ് ഈ ഉജ്ജ്വൽ യോജന അടക്കമുള്ള പദ്ധതികളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വരിക. അതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരൊക്കെ ചിന്തിക്കുക ഒരിക്കലും ഭരണഘടന മാറ്റി എഴുതും എന്നുള്ള കോൺഗ്രസിൻ്റെ നറേറ്റീവ് വെച്ചിട്ടായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മഹാരാഷ്ട്രയിലേക്കും ബീഹാറിലേക്കുമാണ്. കാരണം മഹാരാഷ്ട്രയും ബീഹാറും കൂടി ചേർത്ത് നോക്കുമ്പോൾ 88 സീറ്റുകളുണ്ട്. ഈ 88 സീറ്റുകളിലെ സ്പ്ലിറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഈ ഉൾപ്പിരിവുകൾ നമ്മൾ കണ്ടതും ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നതും ഈ 2 സംസ്ഥാനങ്ങളിലാണ്. മറ്റൊരിടത്തും ഇത്രയും ചേഞ്ച് നമ്മൾ കാണുന്നില്ല, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് വരാം. ഒന്നാം ഘട്ടം മുതലുള്ള ഇതുവരെയുള്ള ഘട്ടങ്ങൾ നമുക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഈ ഒന്നാം ഘട്ടത്തിൽ 101 സീറ്റുകളുണ്ട്. അതിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ, തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വിധി എഴുതിയ സീറ്റുകൾ, അവിടെ ഒരു അണ്ണാമലൈ ഫാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് BJP ഒന്നാം ഘട്ടം മുതൽ തന്നെ ഞങ്ങൾക്ക് എഡ്ജുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ അണ്ണാമലൈ ഫാക്ടർ നോൺ അർബൻ വോട്ട്സ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ 5 സീറ്റുകളിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് പ്രൊവൈഡഡ് നോൺ അർബൻ വോട്ട്സ് അണ്ണാമലൈ ഫാക്ടർ വഴി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. രാമക്ഷേത്രം ഒരു വിഷയമായി വന്നിട്ടുണ്ടോ എന്നത് പലതവണ നമ്മൾ ഈ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മാത്രമാണ് ഈ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലായി നടന്നത്. പിന്നീട് മറ്റ് വിഷയങ്ങളിലേക്ക് അത് ചേഞ്ച് ചെയ്തു പോവുകയായിരുന്നു. പക്ഷേ ഞാൻ കരുതുന്നു രാമക്ഷേത്രം ഒരു വിഷയമായി തന്നെ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള തട്ടിലുള്ള ആളുകളിലേക്കൊക്കെ ആ വിഷയം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്സവമാക്കിയൊക്കെ ജനുവരി 22-ന് നടത്തിയത് അതൊരു ചർച്ചാ വിഷയമാകുന്നതിനും ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യം നടപ്പാക്കി എന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് അന്ന് തന്നെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ശരിയാണ്. ഉണ്ണി സാർ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ വെസ്റ്റേൺ UPയിൽ അടക്കം വരാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺഗ്രസും SPയും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ മായാവതി ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊരു ഘടകമായി തന്നെ നിൽക്കുകയാണ്. അതായത് നേരിയ വോട്ട് വ്യത്യാസത്തിനാണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് എങ്കിൽ, അങ്ങനെ ഒരു ചേഞ്ച് ആണ് ഇന്ത്യ മുന്നണി എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ മായാവതി അല്ലെങ്കിൽ BSP പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും BJPയുടെ വോട്ടുകൾ മറുഭാഗത്തേക്ക് മറിയില്ല. ഈ BSPയുടെ വോട്ടുകളാണ് അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക അവിടുത്തെ BSP ഫാക്ടർ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉത്തരാഖണ്ഡ് അടക്കമുള്ള ചില ഇടങ്ങളിൽ ഇപ്പോഴും മോദി ഫാക്ടർ എന്ന് പറയുന്നത് തന്നെയാണ് ഡോമിനന്റ്. അത് നമ്മൾ ആ പ്രദേശങ്ങളുടെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന്, നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന മണിപ്പൂരിനെ കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മിണ്ടുന്നില്ല. മണിപ്പൂർ മറന്നുപോയോ? അതോ മണിപ്പൂരിലെ വോട്ടെടുപ്പ് വരെ മാത്രമേ ഈ മണിപ്പൂർ വിഷയം ഉണ്ടായിരുന്നുള്ളൂ? രാഹുൽ ഗാന്ധി മണിപ്പൂർ എന്നായിരുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി 400+ പറയുന്നില്ല എന്ന് പറഞ്ഞ ആരും തന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മണിപ്പൂരിനെ കുറിച്ച് പറയാത്തത് എന്ന ചോദ്യം പിന്നീട് ഉയർത്തുന്നില്ല. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മണിപ്പൂരിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളോ ഒന്നും പറയുന്നത് നമ്മൾ കാണുന്നില്ല. മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു NCPക്കും ശിവസേനയ്ക്കും പിളർപ്പിന് ശേഷം സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് അതൊരു പ്രഡിക്ഷനും അപ്പുറം നിൽക്കുന്ന കാര്യമാണ്. കാരണം അവിടെ ഒരു സിമ്പതി ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡേക്കും തിരിച്ചടിയാകും. ആ സിമ്പതി ഫാക്ടർ വരികയാണെങ്കിൽ മാത്രമാണ് അവിടെ ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും ഒരു എഡ്ജ് കൊണ്ടുവരാൻ സാധിക്കുക. പക്ഷേ മഹാരാഷ്ട്രയുടെ മനസ്സാണ്, അത് അങ്ങനെ പെട്ടെന്ന് പിടിതരുന്നതല്ല. വളരെ ഡിസിസീവ് ആയിരിക്കും മഹാരാഷ്ട്രയിലെ വോട്ടുകൾ. പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഈ മംഗൾസൂത്ര ഇൻസിഡന്റ് അതൊരു വളരെ മച്ച് ഡിസ്കസ്ഡ് ടോപ്പിക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ കുറേ വോട്ടുകളൊക്കെ മാറ്റിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ കർണാടകത്തിലെ യൂഷ്വൽ പാറ്റേൺ അത് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് കരുതുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉണ്ണി സാർ പറഞ്ഞത്. കാരണം നിയമസഭയിലും ലോക്സഭയിലും വ്യത്യസ്തമായുള്ള വിധിയെഴുത്താണ് കർണാടകയിൽ എപ്പോഴും കാണുന്നത്. അതിൽ ഈ രേവണ്ണ ഇഫക്റ്റ് അത് വരേണ്ടത് രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതിയ 14 സീറ്റുകളിലാണ്. ആ 14 സീറ്റുകളിൽ ഈ വിഷയത്തെക്കാൾ അപ്പുറം വോട്ടുകൾ കൃത്യമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ പോൾ ചെയ്യുന്ന സീറ്റുകളാണ്. അവിടെ ഈ രേവണ്ണ ഫാക്ടർ ചർച്ചയായി എന്ന് കരുതുന്നില്ല. ദേവഗൌഡ അടക്കം പ്രതികരിച്ചിരിക്കാൻ മാഡം ഞാൻ മടങ്ങി വരൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? മാഡം ജസ്റ്റ് എനിക്ക് അതൊന്ന് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇടവേളയിലേക്ക് അവസാന ഘട്ടത്തിലേക്കാണ്. സുജയ 1 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന്.
ശരി, ഇതൊരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗാണ്. ചുരുക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതായത് ഒരു IPL മാച്ച് പോലെ 5 ഘട്ടത്തിൽ നമ്മൾ വിധിയെഴുത്ത് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ 6ഉം 7ഉമാണ് ബാക്കിയുള്ളത്. ഇതിൽ തരംഗം, തിരമാല ഇതൊന്നുമല്ല. EVM ക്രമക്കേടെന്ന് അവസാനം 4-ാം തീയതി പറഞ്ഞുകൊണ്ട് വരരുത് എന്നതാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അത് മാത്രമേ ഉള്ളൂ പറയാനുള്ള ന്യായീകരണം. കൃത്യമായി ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം നൽകും. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് ആ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് എതിരായ ഒരു വിലയിരുത്തൽ നടക്കും. 79% ആളുകളും വോട്ട് ചെയ്ത് കഴിഞ്ഞു. 5 ഘട്ടങ്ങളിലായി. ബാക്കിയുള്ളത് 2 ഘട്ടങ്ങൾ മാത്രമാണ്. ഒന്നുകിൽ ഹാട്രിക് അല്ലെങ്കിൽ ഹിറ്റ് വിക്കറ്റ്. അതാണ് നമ്മളെ കാത്തിരിക്കുന്ന കാര്യം എന്നുള്ളതാണ്. ഇതിൽ 224 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 2019 50% വോട്ട് നേടി വിജയിച്ച BJPയെ തോൽപ്പിക്കാൻ ചെറിയ കളിയൊന്നും പോരാ ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളത് തന്നെയാണ് എന്റെ സ്ട്രോങ് ടേക്ക്. മോഡൽ ഓഫ് ഗവേണൻസ് ഡൈനാമിക് ആൻഡ് ഡിസിസീവ് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഗവേണൻസ് മോഡലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള ഗവേണൻസ് മോഡലൊന്നും എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിന്റെയും കയ്യിലില്ല. അവർ ഡെലിവർ ചെയ്തിട്ടുമില്ല. UPA 2 ടെന്യൂർ ഇരുന്നപ്പോൾ ഡെലിവർ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള 52 303 തമ്മിലുള്ള വ്യത്യാസം കാണാതെ കുരുടൻ ആനയെ വർണ്ണിച്ചതുപോലെയുള്ള വർണ്ണന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, മാറ്റമില്ലാതെയോ 6ാം ഘട്ടം എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് 0, നോ എന്ന് 4. Meet the editors.